പ്രിയ ദേശനിവാസികളെ, നോക്കുവിന് നിങ്ങൾ സുവിശേഷം കേട്ട് മടുത്തുപോയൊരു ജനമാണ്. പതിറ്റാണ്ടുകളായിട്ട് ഈ ദേശത്ത് യേശുക്രിസ്തുവിനെ, വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളുടെ മധ്യത്തിൽ നിന്ന് അനേക സുവിശേഷന്മാര് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം നിരവധിയായിട്ട് നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴും മതഭക്തി വിട്ട് പാപമോചനത്തിലേക്ക് തിരിയുവാൻ നിങ്ങൾക്ക് പലർക്കും കഴിഞ്ഞിട്ടുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് പാപികളായിട്ട് തുടരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു മെസ്സേജാണ് ദൈവം അയച്ചിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഈ ഭാഗത്ത് ഞാൻ പണ്ടും പ്രസംഗിച്ചിട്ടുണ്ട്, വീണ്ടും പ്രസംഗിക്കണമെന്ന് 3 ദിവസമായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള ഭാരം ഞാൻ പ്രസംഗിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കേൾപ്പാനായിട്ട് ദൈവം ഇച്ഛിക്കുന്നുവെങ്കിൽ കേട്ടുകൊള്ളുവിന്. ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, ഇത് നിങ്ങളെ നശിപ്പിക്കുന്നതല്ല, ഇത് നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നതുമല്ല. ആർക്കെങ്കിലും സുവിശേഷം അസ്വസ്ഥമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ട് അത്രമാത്രം ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ തെളിവ്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, വളച്ചുകെട്ടൊന്നുമില്ലാതെ നേരിട്ട് രക്ഷയെപ്പറ്റി സംസാരിക്കാൻ ആശിക്കുന്നു. നോക്കുവിന് വീണ്ടും പറയുന്നു, നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് റാന്നി പ്രദേശങ്ങളില് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം സുവിശേഷം ഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നും ആ പാപമോചനം ലഭിക്കാതെ വന്നുവെങ്കിലോ എന്നുള്ള ഭയത്തോടും നിങ്ങളോടുള്ള സ്നേഹത്തിനും ആർദ്രതയിലും മനസ്സലിവിലും നിന്നുകൊണ്ട് അല്പനേരം കൂടെ, ഒരു വട്ടം കൂടെ ഈ യേശുക്രിസ്തുവിലുള്ള പാപമോചനം പ്രസംഗിക്കുകയാണ്. മനുഷ്യരായിരിക്കുന്ന നമുക്ക് ഇന്ന് പാപമോചനമല്ല പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. പിന്നെ എന്താണ്? നമുക്ക് പലർക്കും ഇപ്പോഴും ഭൂമിയിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം മാത്രമാകുന്നു. എങ്ങനെ കടം വീട്ടും, അല്ലാതെ കടം വീട്ടേണ്ടത് ആവശ്യമാണ്. എങ്ങനെ രോഗസൗഖ്യം കിട്ടും, പിന്നെ രോഗികൾക്ക് സൗഖ്യം ആവശ്യമല്ലയോ, അത് ദൈവം തരുന്നതുമാണ്, ദൈവത്തിന്റെ ദാനമാണ് താനും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം നമ്മുടെ ആഗ്രഹം എന്താണ്? ഇപ്പോഴുള്ളതിൽ തൃപ്തിപ്പെടാതെ എന്തൊക്കെയോ ഉന്നതമായിരിക്കുന്ന പദവികളിലേക്കും ഉന്നതമായിരിക്കുന്ന മഹത്വത്തിലേക്കും നമ്മൾ പ്രവേശിക്കണമെന്ന് നമ്മൾ തന്നെ ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിച്ച് അത് നേടിപ്പിടിക്കുവാൻ അസാധ്യമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി അതിനുവേണ്ടി ഓടുകയാണ്. നമുക്ക് പിന്നെ നമ്മുടെ വ്യർത്ഥമായിരിക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ലക്ഷ്യത്തിലേക്ക് തിരിക്കാം. നമ്മളൊരു വീട് വെച്ചു, നമുക്ക് ആകുന്ന വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ വരുമാനത്തിൽ ഇരുന്നു കൊണ്ട് ആ വരുമാനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വീടല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെയോ അത് നിങ്ങളുടെ വരുമാനത്തിനും എത്രയോ 10 മടങ്ങ് വലിയ ഒരു കാര്യമാണ് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പിന്നെ എന്താണ് വീട് പണി തുടങ്ങുന്നത്. ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയുന്നില്ല. അനേക ലക്ഷങ്ങൾ നിങ്ങൾ എന്താണ് ബാങ്ക് ലോണും മറ്റു വിധമായിരിക്കുന്ന കടം വായ്പകളും എടുക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ട വ്യർത്ഥത എന്ന് പറയട്ടെ, ആ അവസാനം നിങ്ങളുടെ വീട്ടിന്റെ കയറി താമസം കഴിയുന്നു, ഹൗസ് ഫാമിംഗ് കഴിയുന്നു. അന്ന് വരെ എന്താണ് കിട്ടാവുന്ന കടമെല്ലാം മേടിച്ച് 1 കോടിയുടെയോ 80 ലക്ഷത്തിന്റെയോ വീട് വെക്കുന്നു. നമുക്കതിനുള്ള വരുമാനമില്ല, കടം കിട്ടി നമ്മൾ വീട് വെച്ചു. പക്ഷെ കയറി താമസം കഴിഞ്ഞ് പാലുകാച്ചി കഴിഞ്ഞ് അന്ന് രാത്രിയിൽ എല്ലാവരും വന്ന് പിരിഞ്ഞുപോയി, ഭക്ഷണം കഴിച്ചു, നല്ല വീടാന്ന് പറഞ്ഞു സമ്മാനങ്ങളെ തന്നു. അവരിതാ പിരിഞ്ഞുപോയി. അന്ന് രാത്രി മുതൽ നിനക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. എങ്ങനെ കടം വീട്ടും? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് കിടന്നുറങ്ങുവാൻ ഒരു വീട് വേണം, സത്യം തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ കടമെടുത്തു വെച്ച വീട്ടില് ഒരു രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങുവാൻ നിനക്ക് കഴിഞ്ഞില്ല. അവസാനം ജപ്തിയായി, ആത്മഹത്യയായി, നാടുവിടലായി, ഇങ്ങനെ നിരവധിയായിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എന്നു മുതൽ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് വരെ, പ്രിയപ്പെട്ട യേശു ക്രിസ്തുവിനെ അറിയുന്ന ദിവസം വരെയും എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇതിൽ നിന്നൊരു പരിഹാരം വരുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം. യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് നിങ്ങൾ അറിയണം. പാപമോചനത്തിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ആ പാപമോചനം മാത്രം പറഞ്ഞ് വ്യർത്ഥമായിരിക്കുന്ന ജീവിതത്തെ വിട്ട് അർത്ഥമുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിയേണ്ടതിനത്ര ഞങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, നാം ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എന്തിനൊക്കെ വേണ്ടിയിട്ട് ഓടിയാലും നമുക്കൊരു തൃപ്തിയുമില്ല. ഉള്ളവരൊന്ന് പറയാമോ? ആർക്കും ഒരു തൃപ്തിയുമില്ല. എല്ലാവരും നിരാശാമുഖമാണ്. വിവാഹ ജീവിതത്തിൽ നീ നിരാശരാണ്, ഭൗതികമായിരിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിരാശരാണ്, ജോലികളിൽ നീ അസംതൃപ്തരാണ്. എല്ലാത്തിലും മനുഷ്യന് അതൃപ്തി കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് എല്ലാവരും. ഒരു ഗവൺമെന്റ് ജീവനക്കാരന് 1 കോടി വെച്ച് ഗവൺമെന്റ് ശമ്പളം കൊടുത്താലും അവൻ കൈക്കൂലി മേടിക്കും. അവൻ ഇതിലൊന്നും തൃപ്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നിലും തൃപ്തിയില്ലാത്ത ഒരു ഹൃദയം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. അന്യജടം മോഹിച്ച് ചിലർ പോവുകയാണ്. ചിലർ സമ്പത്തുണ്ടാകാൻ കുതന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണ്, മറ്റുള്ളവരെ തകർത്ത് കളയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്തില്ല, തൃപ്തി മാത്രം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പല പാട്ടുകാരും പാടിയിരിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ ധനങ്ങളും മോഹങ്ങളും ഒന്നും നമ്മളെ ആശ്വസിപ്പിക്കുന്നില്ല, തൃപ്തി അടയുവാൻ സഹായിക്കുന്നതുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തിലും മനസ്സിലും നിങ്ങളോട് ഓർപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ഓടി തളർന്നിട്ട് ഒരു
ദിവസം നമ്മൾ മരണം വഴിയായിട്ട് മാറ്റപ്പെടുകയാണ്. നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബഹുസമ്പന്നന്മാരായിരിക്കുന്ന അനേക വ്യക്തികൾ ആ ICU എന്താണ് സ്വന്തക്കാരെ, ഭാര്യയെ, ഭർത്താവിൻ്റെ അമ്മയപ്പന്മാരെ, മക്കളുടെ മുഖം കാണുവാൻ പോലും കഴിയാതെ സ്നേഹശൂന്യമായിരിക്കുന്ന ആ ഹോസ്പിറ്റല്, ആ ഓഫീസേഴ്സിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഇടപെടലിൽ മനംതൊണ്ട് അവസാനം പ്രത്യാശയില്ലാതെ മരിക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ മുഖം കാണുവാനോ ഭർത്താവിൻ്റെ മുഖം കാണുവാനോ പോലും അവസരം കിട്ടാതെ പണമുള്ള മക്കൾ അവരെ ആശുപത്രിയിലേക്ക് തള്ളുന്നു, വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച നാൾ മുതൽ നമ്മൾ പറഞ്ഞു, മോനെ അപ്പുറത്തെ അവനേക്കാൾ നീ മിടുക്കനായിരിക്കണം, ഇവനേക്കാൾ നീ ബുദ്ധിയുള്ളവനായിരിക്കണം, നീ എന്താണ് പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാകണം, അവരെന്താണ് വിദേശങ്ങളിൽ കൊണ്ടുപോകാൻ സമ്പത്തുണ്ടാക്കാൻ മാത്രമേ അവനെ പഠിപ്പിച്ചുള്ളൂ. സ്നേഹമോ കരുണയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമോ എന്തെന്ന് നമ്മൾ അവനെ പഠിപ്പിച്ചതുമില്ല. ദൈവത്തെ നമ്മൾ അന്വേഷിച്ചതുപോലും പണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. അവസാനം എന്താണ്? നിരാശാമുഖമായിട്ട് കണ്ണ് ചിമ്മി തുറക്കുന്ന തുല്യമായിട്ട് തീരുന്ന ആയുസില് മരണം വഴിയായിട്ട് കടന്നു പോകുന്നു. എങ്ങോട്ട് പോകുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യർത്ഥമായിരിക്കുന്ന ജീവിതത്തെ വിട്ട് സത്യവും നിത്യവുമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്തീയ മതവിശ്വാസികളാണ് 99% പേരും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരോടും പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അത് സ്വായത്തമാക്കണം. ഒരു മരണം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടും മരിച്ചതിന് ശേഷം പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ദൈവ കോടതി നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടും, പ്രിയപ്പെട്ടവരെ, പാപിയായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ നിനക്ക് സമാധാനം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല. നിങ്ങൾ വെറുതെ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരൊക്കെ ആണെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു ദിവസം പോലും നീ സ്വസ്ഥത അനുഭവിച്ചിട്ടുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷവും നമ്മൾ എരുതിയിലേക്കാണ് വീഴുന്നതെങ്കിലോ, ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നരകാഗ്നിയിലേക്കാണ് നമ്മുടെ ആത്മീയ ശരീരം പതിക്കുന്നതെങ്കിലോ നമ്മുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമാണ്. ഭൂമിയിലെ കഷ്ടങ്ങൾ നമുക്ക് ഒരു ദിവസം ആത്മഹത്യ ചെയ്ത് പോലും അവസാനിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമിയിലെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുള്ള പ്രാണന്റെ ആ വേർപാട് ഒരു ആത്മഹത്യ മുഖാന്തരം നമുക്ക് എടുക്കാമെങ്കിലും പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോയാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല എന്നുള്ള സത്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കണ്ണുനീരോടും വളരെ താഴ്മയോടും വിനയത്തോടും ദുഃഖത്തോടും കൂടെ നിങ്ങളോട് അറിയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മനസ്സലിവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള മനസ്സലിവും ഓർപ്പിച്ച് ഞങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞ വചനം ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഇതൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ മരണ ദിവസമാണെങ്കിൽ, ഇത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൂ. ഇന്ന് നമ്മുടെ മരണ ദിവസമാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നിത്യജീവിതം എവിടെയാണ്? ദൈവമായിരിക്കുന്ന കർത്താവിനോട് കൂടെയാണോ, അതോ നരകത്തിലേക്ക് പിശാചിനും അവന്റെ ദൂതന്മാരുമുള്ള എരുതിയിലേക്ക് നമ്മൾ കടന്നു പോകുമോ? അപ്പോൾ നമ്മളെല്ലാം പറയും നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ മുമ്പിൽ വിശാലമായിരിക്കുന്ന പറമ്പുകൾ ശൂന്യമായിട്ട് കിടക്കുന്നു. എന്നെ അറിയാവുന്ന 10 പേരോട് പറയാ, ഇത് എന്റെ വസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുന്നതിന് കുറ്റമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കിതിനകത്ത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഒരു മരം പോലും വെട്ടുവാനോ ഇതിനകത്ത് എനിക്ക് വീട് വെക്കുവാനോ അനുവാദവും ഇല്ല. കാരണം എന്താണ്? എനിക്ക് വെറുതെ പറയാമെന്നേ ഉള്ളൂ. ഈ വസ്തുവല്ല എന്റെയാണെന്ന്, ഈ ദേശം എന്റെയാണെന്ന്, ഈ കൊട്ടാരം എന്റെയാണെന്ന് എനിക്ക് 10 പേരോട് പറയുന്നതിൽ ആർക്കും പരാതിയില്ല. പക്ഷെ എനിക്ക് അവിടെ കാല് ഊത്തുവാൻ പോലും അധികാരവും ഇല്ലാത്തവണ്ണം നമ്മളെല്ലാം മരിച്ചിട്ട് സ്വർഗത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വ്യർത്ഥമായിട്ട് അങ്ങ് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യാം. പക്ഷെ നിയമപ്രകാരം നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. കാരണം എന്താണ്? നിയമങ്ങൾക്ക് കീഴടങ്ങുന്നവർക്ക് മാത്രമേ, അതിനെ അനുസരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. നോക്കുവിന്, ഈ റാന്നിയില് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ 1 ലക്ഷം രൂപ ഒരു സെന്റിനോടൊന്ന് കൂട്ടിക്കോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു ഉപമ പറയുകയാണ്. നിങ്ങൾ ഒരുവന് 10 സെന്റ് അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ വെച്ച് സെന്റിന് കൊടുത്ത് 1 കോടി രൂപയ്ക്ക് നിങ്ങൾ അത് മേടിച്ചു. ആവട്ടെ, നിങ്ങളുടെ പൈസ എണ്ണി കൊടുത്തതാണല്ലോ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്തും കഴിഞ്ഞു. സത്യമാണല്ലോ, പൈസയും കൊടുത്തു, നിങ്ങളുടെ പേരിൽ അത് ആധാരം രജിസ്റ്ററും ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് അതിനകത്തൊരു വീട് വെക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? വില്ലേജ് ഓഫീസിൽ പോയിട്ട് അത് നിങ്ങളുടെ പേരിൽ കൂട്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് അതെന്താണ് അവകാശമാക്കുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, പണം കൊടുത്തത് കൊണ്ടോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടോ വസ്തു നിങ്ങൾക്ക് അവകാശമാക്കുവാൻ കഴിയത്തില്ല. അത് നിങ്ങളുടെ പേരിൽ കൂട്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് അവിടെ യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാത്തതുപോലെ, പ്രിയപ്പെട്ടവരെ, ദൈവം യേശുക്രിസ്തു നമുക്ക് ഒരു ഭവനോട് ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ പേരിൽ കൂട്ടിയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കേണ്ടയോ, അത് എനിക്ക് ലഭ്യമാണോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പിക്കേണ്ടയോ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ ഇതേ രൂപത്തിലുള്ള ആത്മീയ
ആത്മീയ ശരീരം പ്രാപിച്ച് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രവേശിപ്പാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ നമ്മൾ ലജ്ജ കൊണ്ട് നിറയുമെന്ന് മാത്രമല്ല, പിന്നെ എരുതിയിലേക്ക് നരകാഗ്നിയിലേക്ക് നമ്മൾ ഒടുങ്ങിപ്പോകും. ആകയാൽ ഞാൻ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അത് എന്നേക്കും ജീവിക്കുന്നതാണ്. എത്ര കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത മനോഹരമായിരിക്കുന്ന ഭവനമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് അവകാശമാക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. എന്താണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇനി ആദമിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കണം. എന്ന് വെച്ചാൽ പള്ളികളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കുരിശുമൂട്ടിലുള്ള സിമന്റ് പ്രതിമയായിരിക്കുന്ന കുരിശിലേക്കല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ അടിയേറ്റ് തകർക്കപ്പെട്ടത് എന്തിനാണ്? യേശുക്രിസ്തു ശരീരമാസകരം കഠിനമായിരിക്കുന്ന വേദനകളേറ്റ് കഷ്ടമേറ്റ് മരിച്ചത് എന്തിനാണ്? അവൻ നിലവിളിയോടുകൂടെ നിന്നാപാത്രങ്ങളായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവന്റെ പ്രാണനെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തിനാണ്? അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അത് എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്, നമുക്ക് വേണ്ടിയിട്ടല്ല, സകല പാപികൾക്കും വേണ്ടിയിട്ടല്ല. പിന്നെയോ എനിക്ക് വേണ്ടിയിട്ടത്രേ ക്രിസ്തു മരിച്ചത്. എന്നെ സ്നേഹിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടത്രേ ക്രിസ്തു അടിയേറ്റത്. പ്രിയപ്പെട്ട ഈ ഒരു അറിവാണ് നമ്മളെ ആശ്ചര്യ പരതന്ത്രതയിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം എന്താണ്? നമ്മൾ വിചാരിച്ച് ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി മരിച്ചവനാണ്, എനിക്ക് വേണ്ടി കഷ്ടമേറ്റ ക്രിസ്തുവാണ്. അവൻ സ്വർഗത്തില് പിതാവിന്റെ മടിത്തട്ടിൽ ഇരുന്നവനും കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്വർഗത്തിലെ മഹാസന്തോഷത്തിലും അധികാരത്തിലും ഇരുന്നവന് ഒരു മനുഷ്യനായിട്ട് മറിയയുടെ സന്തതിയായിട്ട് ഈ ഭൂമിയിലേക്ക് പുരുഷ രക്തം കൂടാതെ ഇറങ്ങി വരികയും പാപികളുടെ കരങ്ങൾ അവൻ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ കാരണം എൻ്റെ പാപമാണ്. എന്നോടുള്ള അവന്റെ സ്നേഹവും എന്നോടുള്ളവന്റെ കരുണാധിക്യ നിമിത്തം അവൻ എനിക്ക് പകരക്കാരനായിട്ട് മരിപ്പാനായിട്ടാണ് ഇറങ്ങി വന്നത്. നമുക്ക് വേണ്ടിയിട്ടല്ല, എന്നെ സ്നേഹിച്ച. പ്രിയപ്പെട്ട ഈ വ്യക്തിപരമായിരിക്കുന്ന സ്നേഹം ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിരാശ? എന്തിനാണ് നമ്മൾ മറ്റുള്ള പാഴ്വാക്കുകളിലും ആരാധനകളിലേക്ക് പോകുന്നത്? എന്നെ സ്നേഹിപ്പാനും എനിക്ക് വേണ്ടി മരിപ്പാനും ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമേ ഉള്ളുവെങ്കിൽ ഞാൻ സ്നേഹിക്കേണ്ടവനും ഞാൻ ആരാധിക്കേണ്ടതും ഈ ക്രിസ്തുവിനെ മാത്രമാണ്. മറ്റാരെ ഞാൻ ആത്മീയ വിഷയത്തിൽ ഇനി സ്നേഹിക്കത്തില്ല. മറ്റാരെ ഞാൻ ഇനി സ്വർഗത്തിൽ നിന്ന് വന്നവനായിട്ട് കാണത്തില്ല. സ്വർഗത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയും കടന്നു വന്നിട്ടുമില്ല. ഇവനെ അല്ലാതെ ഞാൻ ഇനി ആരാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഇവൻ മാത്രമാണ് എനിക്ക് വേണ്ടി മരിച്ചതും, ഇവൻ മാത്രമാണ് സ്വർഗം വിട്ട് എന്നെ സ്നേഹിച്ച് ഇറങ്ങി വന്നവൻ. എൻ്റെ പാപങ്ങളുടെ ശിക്ഷയേറ്റ് ആൽവറി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചവൻ ഇവൻ മാത്രമായിരിക്കാൽ ഞാൻ ഇവനെ മാത്രമേ ഇനി ആരാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട മറ്റ് ചരിത്രങ്ങളെല്ലാം ഞാൻ വിട്ടുകളയാണ്. ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞുവോ? അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടി. അവന്റെ മുഖത്ത് അവർ തുപ്പുമ്പോൾ അവൻ ആരെ ഓർത്തു? നിന്നെ ഓർത്തു, അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ഓർത്തു. ഞാൻ ഇന്നലെ ജനിച്ചവനാണ്, പേര് വിജയഗോപാലാണ്, അയിരൂർ സ്വദേശിയാണ്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആ ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെ രൂപം ഓർത്ത് പ്രിയപ്പെട്ടവരെ, എൻ്റെ മുഖത്തെ അവൻ ആദരിച്ച് പ്രിയപ്പെട്ടവരെ. എന്നെ എന്ന് വെച്ചാൽ ആ വ്യക്തി നീയും കൂടിയാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, അവനെ അവർ ചാട്ടവാറ് വീശി അടിക്കുമ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ്റെ ശരീരത്ത് ഓരോ വട്ടവും ചാട്ടവാറ് വീശി അടിക്കുമ്പോഴും അവൻ അതെല്ലാം സഹിച്ചത് എന്നോടുള്ള സ്നേഹവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കത്തുള്ളൂ. നോക്കുവിൻ, കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ ആ ഭർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണമെങ്കിൽ അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നവളായിരിക്കണം. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവനായിരിക്കണം. തിരിച്ച് ഏത് വ്യക്തിയും തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടം സഹിപ്പാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ക്രിസ്തു സകല കഷ്ടങ്ങളും സഹിച്ചത് എന്നോടുള്ള സ്നേഹം നിമിത്തമാണ്, നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ്. ഇങ്ങനെ ആരെങ്കിലും കഷ്ടം സഹിച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അവർ അമ്മയപ്പന്മാരെ തള്ളി ഒരു ദേഹമായിട്ട് തീരുമെന്ന് പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ പോലും ആദ്യ സ്നേഹം നമ്മുടെ എത്ര ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടില്ല പ്രിയപ്പെട്ട. സ്നേഹം തണുത്തു പോയിരിക്കുന്നു. നമ്മൾ എന്താണ് സ്വയം സ്നേഹികളായിട്ട് തീർന്നിരിക്കുന്നു. നമ്മൾ എന്താണ് ആദ്യ വിവാഹ ദിവസങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവ് ഭാര്യയുമല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഇതേ കുറവുള്ള ഭാര്യയാണ് നീ എന്ന് സ്നേഹിച്ചത്, ഇതേ കുറ്റങ്ങളുള്ള ഭർത്താവിനെയാണ് നീ എന്ന് സ്നേഹിച്ചത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കാലം പതിയെ കടന്നു പോകുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞതിന്റെ കാര്യം എന്താണ്? നീ നിന്നെ തന്നെ അധികം സ്നേഹിപ്പാൻ തുടങ്ങി. അല്ലയോ ഭർത്താവ്, ഇതിന്റെ ഭാര്യയോടുള്ള സ്നേഹം കുറഞ്ഞു പോയി അവളോട് ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? നീ നിന്നെ തന്നെ സ്നേഹിപ്പാനും നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിപ്പാനും നീ തുടങ്ങി. എന്നാൽ അവളുടെ ആഗ്രഹങ്ങളെ നീ എന്താണ് ഉപേക്ഷിച്ചു? അവന്റെ ആഗ്രഹത്തെ നീയും എന്താണ് തൃണവൽക്കരിച്ചു.
പ്രിയപ്പെട്ട, എന്നാൽ കർത്താവിൻ്റെ സ്നേഹം അന്നും ഇന്നും മാറ്റമില്ലാത്തതാണ്. അവൻ അന്നും ഇന്നും നിന്നെ അതുപോലെ സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ വന്നില്ല. വന്നവർ പലരും പിന്മാറിപ്പോവുകയും ചെയ്തു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഒരു കുരിശുമരം ചുമന്നുകൊണ്ടല്ലേ പോയത്? ആ കുരിശുമരം എന്താണ്? നമ്മൾ കുരിശിനെ ചുംബിക്കുകയും മണങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട, അതല്ല ശരി. പിന്നെ എന്താണ്? ആ കുരിശ് ചുമന്ന ആ കർത്താവിനെ ചുംബിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അവൻ ചുമന്നു കൊണ്ടുപോയ കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ ചുമട. നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം യേശുക്രിസ്തു ചുമന്നത് വഴി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ രണ്ട് കള്ളന്മാരുടെ മധ്യ അവനെ ഏൽക്കേണ്ടി വന്നു. അവൻ ആ ക്രൂശിൽ നിലവിളിയോടുകൂടി തന്റെ പ്രാണനെ വിട്ടുകളയേണ്ടതായിട്ടും വന്നു. പ്രിയപ്പെട്ട, ഇത്രമാത്രം നമ്മളെ സ്നേഹിപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്റെ പണം നിന്നെ സ്നേഹിക്കുമോ? നീ പണമുള്ളപ്പോൾ നിന്നെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഈ റാന്നിൽ ഒത്തിരി പേരെ എനിക്കറിയാം. അവർ സമ്പന്നനായിരുന്നപ്പോൾ എന്തുമാത്രം സ്നേഹിതന്മാരായിരുന്നു. പെന്തക്കോസുകാരുടെയും കാര്യം അറിയാം, അല്ലാത്തവരുടെയും കാര്യം അറിയാം. പക്ഷെ അവന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടവന്റെ ബിസിനസ്സൊക്കെ തകർന്നപ്പോൾ ഒരു ഉപദേശി പോലും അവന്റെ വീട്ടിൽ ചെന്നിട്ടില്ല. ഒരു ഭാഷ പോലും അവന്റെ വീട്ടിൽ ചെന്നിട്ടില്ല. പണ്ട് ഭയങ്കര ദൂതുകളായിരുന്നു. നീ ഈ റാന്നി പട്ടണത്തിലെ വലിയ ആളാകുമെന്നൊക്കെയാണ് പറഞ്ഞ്, ഇവനെന്താണ് തലയല്ല വാലല്ല തലയാക്കുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിമാരെ, ഇവനിപ്പോൾ വാലായിട്ട് നിലത്ത് തന്നെത്താൻ അടിച്ച് കിടന്നപ്പോഴേ ഒരു ഉപദേശവും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉപദേശിക്കുന്നത് അതല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പാപമോചനം നേടണം. ആകയാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിച്ചിട്ട് അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ സ്നാനമേൽക്കണം. പ്രിയപ്പെട്ട, സ്നാനത്തെ നിങ്ങൾ വെറുക്കുന്നത് അത് സാത്താന്റെ ഇഷ്ടമാണ്. സ്നാനത്തെ വെറുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, സ്നാനത്തല്ലാതെ പാപമോചനമില്ല. വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനെ പാപമോചനം കിട്ടത്തുള്ളൂ. ആവട്ടെ പ്രിയപ്പെട്ട, നിങ്ങൾ പാപമോചനത്തെ ഇതേവരെ ലഭിക്കാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യത്തിനും അടിമപ്പെട്ടിട്ട് സത്യത്തെ നിങ്ങൾ തിരസ്കരിച്ച് യഹൂദന്മാരെ പോലെ കർത്താവിന്റെ നിങ്ങളെന്താണ് കള്ളക്കഥയാക്കി മാറ്റിക്കളഞ്ഞു. സത്യത്തെ നിങ്ങളെന്താണ് ത്യജിച്ചു കളഞ്ഞു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പാപമോചനം വേണമെങ്കിൽ, മരിച്ചതിന് ശേഷം നരകവിധിയിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അതിന് കഴിയും. എന്താണ്? ഒന്നാമത് മാനസാന്തരം. അത് ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു മാത്രം. അതിനുശേഷമാണ് നിങ്ങൾ സ്നാനമേൽക്കേണ്ടത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. പത്രോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പ്രിയപ്പെട്ട, എത്ര സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങൾ ദൈവം പാപമോചനം വെച്ചത്. എന്നാൽ ആണ്ടോടാണ്ട് നമ്മൾ നേർച്ചകൾ ചെയ്യുന്നു, ആണ്ടോടാണ്ടുകൾ നമ്മളെന്താണ് നൊയമ്പ് നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, പെരുന്നാളുകളും തിരുനാളുകൾക്കും കുറവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പാപമോചനം മാത്രം ലഭിച്ചില്ലെങ്കിൽ അത് വ്യർത്ഥമാണ്, പൈശാചികമാണ്. ഞാനൊരു ഹിന്ദുമതത്തിൽ നിന്ന് വന്നവനെ പ്രസംഗിക്കുന്നത് കേട്ടോ. അധികാരമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലേ അധികാരമുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ അതേ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നാൽ ഇന്ന് നീ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ അവൻ നിന്റെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് നമ്മെ 1000 വർഷം ഈ മണ്ണിൽ നമ്മൾ ഇന്ന് അടക്കപ്പെട്ടാലും യേശുക്രിസ്തുവിന്റെ വരവിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് വിശുദ്ധന്മാരായിട്ട് കർത്താവിനോടുകൂടെ രാജ്യഭാരം ഏൽക്കുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ നിത്യാനന്ദത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. അതിന് അവസാനമില്ല പ്രിയപ്പെട്ടവരെ. ഒരു നാളും തീർന്നു പോകാത്ത കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും തീരാത്ത നിത്യ സന്തോഷം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നത്. അത് ഞാൻ പറയട്ടെ, പുരോഹിതന്മാരാണെങ്കിൽ ശരി, പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ ഇന്ന് യേശുക്രിസ്തു വരികയോ നമ്മൾ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തു മടങ്ങി വരികയാണെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും പറയും. അതിനകത്ത് ഇന്ന ജാതിയെന്നോ മതമെന്നോ പുരോഹിതന്മാരെന്നോ അച്ഛനെന്നോ പോറ്റിയെന്നോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിക്കാതെ അവന് വേണ്ടി കഷ്ടം സഹിക്കാതെ നിങ്ങൾ മരിക്കുന്നു എങ്കിൽ, നിന്നയേക്കാതെ മരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരും ലോകാവസാന ദിവസം എഴുന്നേറ്റ് വരികയും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇതേ രൂപത്തിൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭാര്യയും ഒറ്റ നോട്ടത്തിൽ അറിയാം കേട്ടോ. എല്ലാവർക്കും തമ്മിൽ അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മോഷണം ചെയ്തവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കൊന്നവരെയും എല്ലാവരെയും തിരിച്ചറിയാം. എന്നിട്ടോ അവൻ നമ്മളെ അന്ന് നരകവിധിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി കല്ലറയിൽ ഒരു പുരോഹിതൻ ധൂപപ്രാർത്ഥന ചെയ്താൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കുന്നുവോ പോഷത്വമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിക്കേണ്ടി വരുമായിരുന്നില്ല, ന്യായപ്രമാണം പോരായിരുന്നുവോ? എന്നാൽ ക്രിസ്തു മരിച്ചിരിക്കാൻ ഇനി സ്നാനത്താൽ അല്ലാതെ പാപമോചനം ഇല്ലാത്തത് കൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ. നമ്മൾ നരകാക്കിലേക്ക് പോയാൽ ഒരു നാളും മടങ്ങി വരവില്ലാത്തത് കൊണ്ടും എത്ര കോടി വർഷം കഴിഞ്ഞാലും നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമല്ലാത്തത് കൊണ്ടും ഉന്നത പാപങ്ങളെ താഴ്ത്തി നഗല ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച്, അങ്ങനെ ആത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാരോട് കൂടെ കൂട്ടായ്മ ആചരിച്ച് അവനെ വേണ്ടി കഷ്ടവും നിന്നയും ഏറ്റുകൊണ്ട് നമുക്ക് ആ 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷമുള്ള സ്വർഗരാജ്യത്തിലേക്കും നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം യേശുക്രിസ്തു നാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാനിവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.